ഇടുക്കിയിലെ ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിൽ ചിത്ര പൗർണമി മഹോത്സവം വിപുലമായി ആഘോഷിച്ചു. പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ക്ഷേത്രത്തിൽ ദർശനത്തിനായി വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. കുമളിയിൽ നിന്നും 14 കിലോമീറ്റർ നീണ്ട ഓഫ് റോഡ് യാത്ര, വളഞ്ഞു പൊളഞ്ഞ മൺവഴിയിലൂടെയുള്ള അതികഠിനമായ യാത്ര അങ്ങനെ മംഗളാദേവിയിലെത്തി. ചിത്ര പൗർണമി മഹോത്സവത്തിന്റെ പൂജാമന്ത്രങ്ങളാൽ മുഖരിതമായിരുന്നു വനാന്തർഭാഗത്തെ ആ ചരിത്ര ക്ഷേത്രം. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തിയ 10,000-കണക്കിന് ഭക്തരുടെയും സഞ്ചാരികളുടെയും സാന്നിധ്യത്തിലായിരുന്നു കണ്ണകി ക്ഷേത്രത്തിലെ ചിത്ര പൗർണമി മഹോത്സവം. മധുരാപുരി ചുട്ടരിച്ച ശേഷം കണ്ണകി ഇവിടെയെത്തി കുടിയിരുന്നുവെന്നാണ് ഐതിഹ്യം. 1000-ലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിലെ ഉത്സവനാളിൽ ഒരേ സമയം കേരള തമിഴ്നാട് ശൈലികളിൽ പൂജകൾ നടക്കുന്നു. അടുത്തടുത്ത 2 ശ്രീകോവിലുകളിലും മംഗളാദേവി പ്രതിഷ്ഠയാണുള്ളത്. ഇരു കോവിലുകളിലും വെളുപ്പിന് 5 മണിയോടെ നട തുറന്ന് ആചാര ചടങ്ങുകൾ ആരംഭിച്ചു. ആദ്യ ശ്രീകോവിലുകളിലും ഉപദേവതാ പ്രതിഷ്ഠയായ ഗണപതി ശിവപാർവതി സങ്കല്പത്തിലുള്ള പെരുമാൾ കോവിലുകളിലും കേരള രീതിയിലുള്ള പൂജകളാണ് നടന്നത്. കേരളവും തമിഴ്നാടും സംയുക്തമായി നടത്തിയ ഉത്സവം മുൻ വർഷങ്ങളിലേതിലും മികച്ചതെന്ന് സൂര്യകാലടി ജയസൂര്യൻ ഭട്ടതിരിപ്പാട് അഭിപ്രായപ്പെട്ടു. ഒന്നിനൊന്ന് ഓരോ വർഷം കൂടുന്തോറും ഭംഗിയാക്കാൻ സാധിക്കുന്നുണ്ട്. പൂജാക്രമങ്ങളെല്ലാം തന്നെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഇവിടുത്തെ സാഹചര്യങ്ങളുടെ ആ ഒരു തടസ്സം ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെ ഇതിനോട് അനുബന്ധമായിട്ട് ഉള്ള ഓഫീസേഴ്സ്, ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങളായിട്ടുള്ള എല്ലാവരും, റവന്യൂ ആണെങ്കിലും ശരി, റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ശരി, ദേവസ്വം ബോർഡാണെങ്കിലും ശരി, എല്ലാവരും തന്നെ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുടങ്ങി എല്ലാ പ്രധാനികളായിട്ടുള്ള ആൾക്കാരെല്ലാവരും ഇതിനകത്ത് ഭാഗമായി അവരുടെയൊക്കെ ഒരു പിൻബലം ശരിക്കും ഈ പൂജയ്ക്ക് നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ മേൽനോട്ടത്തിൽ നടന്ന ഉത്സവ പരിപാടികൾ സംഘാടനം കൊണ്ട് മികച്ചു നിന്നെങ്കിലും ചില വീഴ്ചകൾ ഉണ്ടായെന്നും ഇത് പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പീരുമേട് MLA വാടൂർ സോമൻ വ്യക്തമാക്കി. ഇവിടെ ധാരാളം പോരായ്മകളുണ്ട്. അത് വരും വർഷങ്ങളിൽ പരിഹരിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയുമായി സംസാരിക്കും. ബന്ധപ്പെട്ട ഇരു സംസ്ഥാനങ്ങളെയും വകുപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ട് കുറെ കൂടി മെച്ചപ്പെട്ട സൗകര്യം ഭക്തർക്ക് ലഭ്യമാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കുന്നത്. ഇത്തവണ കഠിനമായ ചൂടും പൊടിയും ക്ഷേത്രത്തിലേക്ക് എത്തിയ ഭക്തരെ വലച്ചു. എങ്കിലും പ്രാർത്ഥനാ നിരതരായി അവർ കണ്ണകിയെ കണ്ടുമടങ്ങി. കഴിഞ്ഞ 1 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കണ്ണകി ദർശനം സാധ്യമായതിന്റെ സായുജ്യത്തിലാണ് ഭക്തരുടെ മടക്കം. ഇനി അടുത്ത ചിത്തിര പൗർണമി നാൾ വരെയുള്ള കാത്തിരിപ്പ്. പെരിയാർ വന്യജീവി സങ്കേതത്തിലെ മംഗളാദേവിയിൽ നിന്നും സുബിൻ തോമസ്, ജനം, ഇടുക്കി.